ഹായ് ഡിയർ, സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ക്യൂ കാർഡ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ നമുക്കറിയാം IELTS സ്പീക്കിംഗിൽ നമുക്ക് സെക്കൻഡ് സെക്ഷനിൽ വരുന്നതാണ് ക്യൂ കാർഡ്. ക്യൂ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മെയിൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും വിത്ത് 4 or 5 സബ് ക്വസ്റ്റ്യൻസ്. നമുക്ക് 1 മിനിറ്റ് ആയിരിക്കും അതിന്റെ പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവുക. 2 മിനിറ്റ് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ നിർത്താണ്ട് സംസാരിക്കണം. അപ്പൊ ഇത് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ടിപ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡോണ്ട് ഫോളോ ദ ബുള്ളറ്റ് പോയിന്റ്സ്. ഓക്കെ, ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എന്താണോ അതിന്റെ ആൻസർ പറഞ്ഞിട്ട് മാത്രമേ സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റിന്റെ ആൻസർ പറയാൻ പാടുള്ളൂ. അങ്ങനെ ഒന്നുമില്ല. എല്ലാ ബുള്ളറ്റ് പോയിന്റ്സിലും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം കവർ ചെയ്യണം ഈ 2 മിനിറ്റിൽ എന്ന് മാത്രമേ ഉള്ളൂ. ഓർഡർ ഒന്നും ഒരു പ്രശ്നമല്ല. എല്ലാം കൂടെ ചേർത്ത് കമ്പൈൽ ചെയ്ത് നമുക്കൊരു സ്റ്റോറി പോലെ ആക്കി പറയുമ്പോഴാണ് നമ്മുടെ സ്കോർ കയറുന്നത്. കൊഹറൻസ് സ്റ്റോറി ഉണ്ടാക്കി പറയാം. ഓർഡർ ഒരു പ്രശ്നമേ അല്ല. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല. ഇപ്പം എല്ലാ ക്വസ്റ്റ്യനും 2 സെന്റൻസ് പറഞ്ഞാൽ മതിയോ, എല്ലാ ക്വസ്റ്റ്യനും 3 സെന്റൻസ് പറഞ്ഞാൽ മതിയോ, ഇങ്ങനെയൊക്കെ കുട്ടികൾ ചോദിക്കുന്ന കാണാം. അങ്ങനെയല്ല, ഓരോ ക്വസ്റ്റ്യൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ വെൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്നാണ്, അത് നമുക്ക് ഒരു സെന്റൻസിൽ പറഞ്ഞു തീർക്കാൻ പറ്റും. വൈ അല്ലെങ്കിൽ ഹൗ, എന്തുകൊണ്ട്, എങ്ങനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടി വരും. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും തുല്യമായിരിക്കണം എന്ന് നിർബന്ധമില്ല. കൂടുതൽ പറയാനുള്ളത് നമുക്ക് കൂടുതൽ പറയാം, കുറവ് പറയാനുള്ളത് നമുക്ക് കുറവ് പറയാം. അത് വെച്ചിട്ട് നമ്മുടെ സ്കോർ ഡിഫറൻസ് വരില്ല. എല്ലാം കൂടെ ചേർത്ത് ഒരു സ്റ്റോറി പോലെ പറയാം. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ 4 സബ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും അതിനുള്ളിൽ കവർ ആയിട്ടുണ്ടാകണം. അത് കൂടാണ്ടുള്ള മെയിൻ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഈ കാര്യങ്ങളും കൂടെ മസ്റ്റ് ആയിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം. നമ്മൾ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള വൊക്കാബുലറി, സിനോണിംസ്, സെന്റൻസ് സ്ട്രക്ചർ എല്ലാം മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ നോക്കുക. എക്സാമിനേഴ്സ് ഇതെല്ലാം നോക്കുന്നതായിരിക്കും. ഗ്രാമർ പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ ഇൻകറക്റ്റ് ആവാണ്ടിരിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി പേഴ്സണൽ ട്രെയിനറിന്റെ സഹായത്തോടു കൂടി IELTS, OET, PTE ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്റെ ക്ലാസ്സസും ട്രെയിനേഴ്സിന്റെ ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആയിരിക്കും. കസ്റ്റമൈസ്ഡ് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങളുടെ ലെവൽ അനുസരിച്ച് മലയാളത്തിലും അർത്ഥം പറഞ്ഞു തന്ന് നമ്മൾ പഠിപ്പിച്ച് നിങ്ങളെ ഒരു ലെവലിൽ എത്തിക്കും. അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ബൈ.